ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും വേഗം വരുന്ന യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം ഗലാത്യ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 8-9. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി എങ്ങനെ വാഴ്ചുന്ന കർത്താവെ സ്തുതിക്കുന്നു. കർമ്മേൽ മിനിസ്ട്രിയുടെ ഈ പേജിലൂടെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. തുടർമാനമായി അവിടുത്തെ വചനം ഈ പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കുമാറാണ്. അടിയങ്ങളെ സഹായിക്കണമേ, മഹത്വത്തിനായി ചെയ്യണമേ. യേശുവിന്റെ നാമത്തിന്റെ പിതാവേ. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീവാ, നിത്യ നിനക്കേകിടുമേ. നിൻപേരും ജീവപുസ്തകത്തിൽ ഉണ്മയായി നോമെഴുതി. നിൻപേരും ജീവപുസ്തകത്തിൽ ഉണ്മയായി നോമെഴുതിടുമേ. വരുവീനി നല്ല സമയം വാക്കാതെ എന്നെ യേശു വിളിച്ചിടുന്നു. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ്ലീഹ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയാനൊരു പ്രത്യേക സന്ദേശമുണ്ടായിരുന്നു. ആകെ 6 അധ്യായങ്ങളിലൂടെയായി 149 വാക്യങ്ങൾ ഗലാത്യ ലേഖനത്തിലുണ്ട്. ഗലാത്യയിലുള്ള സഭകൾക്ക് അത് എഴുതിയത്. ഇത് അവരോട് പറയുന്നത് ആ ദേശത്തുള്ള ആളുകൾക്ക് അവർ സുവിശേഷത്തിൽ വന്നുവെങ്കിലും ദൈവകൃപയെ ജീവിക്കാതെ പെട്ടെന്ന് മറിഞ്ഞു പോയ ഒരു സന്ദർഭമുണ്ടായി. എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസം നിലനിർത്തുവാൻ തക്കണം എബ്രായ ലേഖനം എഴുതിയതുപോലെ ഗലാത്യയിലുള്ള ആളുകളെ ദൈവകൃപയെ നിൽക്കുവാൻ തക്കണം പ്രബോധിപ്പിച്ചെഴുതിയ എഴുതിയ എക്സോട്ടേഷൻ ലെറ്ററാണ് ഗലാത്യ ലേഖനം. അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ പ്രാരംഭമായി വായിച്ചത്. 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. അതിനകത്ത് ഇതിന്റെ മൊത്തം ആകത്തുകയുണ്ട്. തുടർന്ന് നമ്മൾ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഇതിന്റെ സമ്മറി കിട്ടും. സമ്മറി അതിന്റെ വിശദീകരണം കിട്ടും. 4-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇവർക്കൊരു പൂർവ്വകാലമുണ്ടായിരുന്നു. സുവിശേഷം അവരുടെ അടുക്കൽ എത്തുന്നതിന് മുൻപ് ദൈവത്തെ അറിയാതെ ജീവിച്ചവരും അപ്പോൾ തന്നെ ദൈവമല്ലാത്തതിന് സ്വഭാവത്താൽ ദൈവമല്ലാത്ത ദൈവങ്ങൾക്ക് കീഴ്പ്പെട്ടവരുമായിരുന്നു. ദൈവത്തെ അറിയുന്നില്ല എന്ന് പറയാനൊക്കത്തില്ല. ദൈവമെന്ന സങ്കല്പം അവർക്കുണ്ടായിരുന്നു. സാങ്കല്പിക ദൈവത്തിന്റെ പുറകെയായിരുന്നവരായിരുന്നു. പക്ഷെ ജീവനുള്ള ദൈവത്തെ അറിയത്തില്ലായിരുന്നു. തന്നെയല്ല, അവരെ അറിയുന്ന ദൈവത്തെ അവർക്ക് അറിയത്തില്ലായിരുന്നു. അറിയാത്ത ദൈവങ്ങളുടെ പിന്നാലെയായിരുന്നവർ. പൗലോസ്ലീഹ ഏഥൻസിൽ ചെന്നപ്പോൾ അവിടെ കണ്ടതുപോലെ ലോകം മുഴുവൻ അത് തന്നെയാണ്. ദൈവത്തെ അറിയുന്നില്ല, പക്ഷെ ദൈവമാണെന്ന് കരുതി പലതിനെയും സേവിച്ചും സ്നേഹിച്ചും കുമ്പിട്ടും പോകുന്ന ഒരു ജനതി എല്ലാ ലോകത്തുമുണ്ട്. എല്ലാ സമുദായങ്ങളിലുമുണ്ട്. എല്ലാ മാനവിക സാംസ്കാരിക സ്ഥലങ്ങളിലെല്ലാം നമുക്കത് കാണാൻ സാധിക്കും. പൗലോസ് വളരെ വേദനയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ അതിന്റെ 17-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 17-ാം അധ്യായത്തില്
സ്തോത്രം. 22 മുതൽ ഉള്ള വാക്യത്തിലാണ് ഏതൻസിൽ പൗലോസിന്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗം നമുക്ക് കേൾക്കാൻ സാധിക്കും. പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അതേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് നെഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. അവര് ബഹുദൈവ വിശ്വാസികളെ, ദൈവത്തെ അറിയാൻ താല്പര്യമുള്ള ഗ്രീസിലെ ഏതൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ തത്വജ്ഞാനികളുടെ കൂട്ടമായിരുന്നു. സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ തുടങ്ങി ലോകമറിയുന്ന തത്വജ്ഞാനികൾക്ക് ജന്മം നൽകിയ ഒരു ദേശമാണ്. ആ ദേശത്തെ ആളുകളുടെ പ്രത്യേകത അതേ അധ്യായത്തിന്റെ 21 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്നാട്ടുകാരായ ആളുകളുടെ പ്രത്യേകത, ഓരോ നാട്ടിലും ഓരോരോ പ്രത്യേകതകളുണ്ട്. 21 വാക്യം. എന്നാൽ അഥേനറൊക്കെ, അവിടെയുള്ള ആളുകളെല്ലാവരും, അവിടെ വന്നു പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല. അവരെ കുറിച്ച് പറയാനുള്ളത്, പൊതുവിൽ പറയാനുള്ള കാര്യം ഇതാണ്: അവിടെ ഉള്ളവരും അവിടെ വന്ന് പാർക്കുന്നവരും. ഓരോ സ്ഥലത്തെക്കുറിച്ച് പ്രത്യേക കാഴ്ചപ്പാടുണ്ട്. കേരളത്തിലുള്ള ആളുകൾ ഒരുവിധം പേരൊക്കെ വിദേശ രാജ്യങ്ങൾ, അമേരിക്ക പോലെ രാജ്യങ്ങളിൽ പോകുന്നവർ കുറെ ആൾ തലമുറകൾക്ക് വേണ്ടിയാണ്, നല്ല ബെറ്റർ ഫ്യൂച്ചർ, ഒരു നല്ല ഭാവി കാലത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കരുതി കേരളത്തിൽ നിന്ന്, ഭാരതത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് ചേക്കേറുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ തന്നെ മുൻകാലങ്ങളിൽ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഒത്തിരി പേര് തിരുവനന്തപുരത്ത്, വളരെയേറെ പേർ തിരുവനന്തപുരത്ത് വന്ന് പാർക്കുമായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചാൽ പറയും, ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. തിരുവനന്തപുരത്താണ് ഒട്ടേറെ പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. അങ്ങനെ ആ പ്രൈവറ്റ് സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് അറിഞ്ഞിട്ട് ഒത്തിരിയേറെ ആളുകൾ തിരുവനന്തപുരത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. പിന്നത്തെ ഡെവലപ്പ് ചെയ്തതെന്നാണ് എറണാകുളം, അവിടേക്ക് പോയി. അങ്ങനെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി പോകുന്ന ആളുകൾ എല്ലാ ദേശത്തുമുണ്ട്. അവിടെ ഒന്ന് വന്നു പാർക്കുന്നവരെ കുറിച്ച് പറയുന്നില്ലെങ്കിലും, അവിടെ ആ ഭാഗത്ത് മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും, അധേനയുള്ള ആളുകളുടെ ഒരു പൊതു സ്വഭാവം അവര് വല്ല പുതുമയും കേൾക്കുക എന്നുള്ളത്, എന്ന് പുതുമ കേൾക്കുക എന്നുള്ളതാണ്. വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുക, പുതുക്കപ്പെട്ടതല്ല. ഇന്നലെ വന്ന ആലോചന ഇന്നലെ കൊണ്ട് അവസാനിച്ചില്ലേ? അതുകൊണ്ട് പുതിയതെന്തുണ്ട്, അതിനുവേണ്ടി പരക്കം പായുക. അപ്പോൾ ഓരോ വിദ്യാപീഠങ്ങൾ പോലെ അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, അതുപോലെ തന്നെ എപ്പിക്കൂരും മറ്റുള്ളതായ വിജ്ഞാനികളായ ആളുകൾ ഓരോ സ്ഥലം ക്രമീകരിച്ച് അവിടെ ഇവിടങ്ങളായിട്ട് ഇരിപ്പുണ്ടായിരിക്കും. ജനങ്ങൾ ഓരോ സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുക, നവീനമായ ഉപദേശം കേൾക്കുവാൻ, നവീനമായ കേൾക്കുവാൻ. അത് കോമഡിയാണെങ്കിൽ കോമഡി, കവിതയാണെങ്കിൽ കവിത, മറ്റ് ഗദ്യഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അത് കേൾക്കുവാനുള്ള താല്പര്യത്തോടെ പോകുന്ന ആളുകളെ അവിടെ കാണുന്നു. അങ്ങനെയുള്ളവരുടെ നടുവിൽ പൗലോസ്, ശീലാസും പിന്നെ അവരോട് സുവിശേഷം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരു നവീന ഉപദേശം പ്രസ്താവിക്കുന്നല്ലോ, ഇത് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. അവിടെ എപ്പിക്കൂരിയർ, സ്തോയിക്കറായ തത്വജ്ഞാനികളും ഒക്കെയുണ്ട്. അപ്പൊ ഇവരുടെ അടുത്ത് എന്നിട്ട് ലോകത്തിൽ ഭോഷത്വമായതാ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് കിട്ടിയ പേരാണ് വിടുവായന്മാർ. എന്നുവെച്ചാൽ കാര്യമില്ലാത്ത സംസാരിക്കുന്ന ആളുകൾ, ഒരു കഴമ്പില്ലാതെ പറയുന്നു, ഒരു കഴമ്പുമില്ല. അത് അവരുടെ തോട്ടത്തിൽ ഒരു കഴമ്പുമില്ല. ഏതാ? രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തുരിയുക, സത്യത്തിൽ ആരാധിക്കുക, മരണം, മരണാനന്തര ജീവിതം എന്നുള്ളതൊക്കെ പറയുമ്പോൾ അവർക്കതൊരു കിഴവിക്കഥ പോലെ തോന്നിയത്. അതിനേക്കാൾ വൻകാര്യങ്ങൾ ഇവിടെ പറയുന്നത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, പിന്നെ മനുഷ്യൻ ഏതായാലും നന്നായാൽ മതി എല്ലാവരും എന്നിത്യാദി. നമ്മുടെ നാട്ടിലുള്ള പോലെ അന്നാട്ടിൽ ഉണ്ടായ വളരെയേറെ നല്ല കാര്യങ്ങൾ ആളുകൾ കേൾക്കാൻ വേണ്ടി പരക്കം പായുമ്പോഴാണ് പൗലോസും ശീലാസും കൂടെ സുവിശേഷം പറയുമ്പോൾ 19 വാക്യം 19 വാക്യത്തിൽ അവർ ചോദിക്കുകയാണ്,
പിന്നെ അവനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടിരുന്നു. നീ പ്രസ്താവിക്കുന്ന ഈ നവീന ഉപദേശം എന്ത് ഇന്നത് എന്ന് ഞങ്ങൾക്കറിയാമോ? നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടന്നു. നീ ഞങ്ങളെ ചില അപൂർവ കാര്യങ്ങളെ ഞങ്ങളുടെ ചെവിച്ച്, ഗലാത്യയിലല്ല നടക്കുന്നത്, മറ്റിടത്താണ്. ഓരോ സ്ഥലത്തുമുള്ള ആളുകൾ ഏറെക്കുറെ ഇത് തന്നെയാണ്, ഞങ്ങളോട് ഇതൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരുടെ ചോദ്യത്തിന് മറുപടിയാണ് 22-ാമത്തെ വാക്യം മുതൽ. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ ഇവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ആ മറുപടിയാണ് അവർക്കൊരു സല്യൂട്ടേഷൻ, അവരെ ഒന്ന് ഉയർത്തി ഒരു വന്ദനം പറയാണ് പറഞ്ഞത്. പുരുഷന്മാരെ, നിങ്ങൾക്കെല്ലാം ആദിഭക്തന്മാർ, സാധാരണ രീതിയിലുള്ള ഭക്തിയല്ല കാണുന്ന ആദിഭക്തന്മാരാണ്. ഞാൻ ചുറ്റി നടന്ന നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കിയപ്പോൾ ഞാൻ കണ്ടതൊരു കാര്യം, അവിടെ എല്ലാ ദേവി ദേവന്മാരുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട്. 33 കോടി ഭാരതത്തിലുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന്, അതെല്ലാം പേരുണ്ട്. എന്നാൽ അവിടെ നോക്കുമ്പോൾ ഒന്ന് കാണുന്നത് അൺനോൺ ഗോഡ്, അറിയപ്പെടാത്ത ദൈവം. ഇക്കണ്ട ദൈവങ്ങളെ മുഴുവൻ ആണും പെണ്ണും കൂടെ കൂടിയതും മനുഷ്യനും മൃഗം കൂടെ ചേർന്നത് എന്ന് വേണ്ട, എല്ലാ ദൈവങ്ങളെയും അവരുടെ ഹൃദയത്തിന്റെ താല്പര്യപ്രകാരം ഉണ്ടാക്കി, അതെല്ലാം സങ്കല്പ ദൈവങ്ങളായി അവിടെ വിരാജിക്കുമ്പോൾ അവരുടെ അകത്തെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശൂന്യത. ഈ കണ്ട ദൈവങ്ങൾക്ക് ഒരു പൂജ ചെയ്യുന്നുണ്ട്, മാലകൾ ഇടുന്നുണ്ട്, പൂജാദ്രവ്യങ്ങളുണ്ട്, യാഗങ്ങളും യോഗങ്ങളും ഒക്കെ അവർ നടത്തുന്നുണ്ട്, കാഴ്ചവെക്കുന്നു. പൂജാഗിരികളുണ്ട്, പൂജാരിമാരുണ്ട്, വളരെ പണം വ്യയം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിലെ ഒരു വലിയ ശൂന്യത. ഞാൻ പരിചയപ്പെട്ടതായ ഒരു സ്നേഹിതൻ തിരുവനന്തപുരത്തുണ്ട്, ഒരു കത്തോലിക്കനായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു താല്പര്യം വന്നു, തിരുവനന്തപുരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളെല്ലാം നടന്ന് കുരിശൻ തൊട്ടികൾ പണിത് അവിടെ ഓരോരോ മധ്യസ്ഥരെ വെച്ച് പോകണം. അങ്ങനെ അദ്ദേഹം നെയ്യാറ്റിൻകര തുടങ്ങിയ തിരുവനന്തപുരത്തിന്റെ കിഴക്കൻ മേഖലയിൽ പല സ്ഥലം അദ്ദേഹം പറഞ്ഞു 18ഓളം കുരിശൻ തൊട്ടികൾ അദ്ദേഹം പണിതു. ഈ കുരിശൻ മൂട്ടിൽ ചെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കും, മറ്റുള്ളവരെ പ്രാർത്ഥിപ്പിക്കുവാൻ പ്രേരിപ്പിക്കേണ്ട തന്നെ അത് കാണപ്പെടുത്തേക്ക് ആളുകൾ ഓടി ചെല്ലുകയാണല്ലോ. അതിന് പൂജയായി, നൊവേനയായി, അവിടെ പെരുന്നാളായി, മാസത്തിൽ ഏതോ ദിവസങ്ങൾ തോറും ഓരോരോ ദിവസങ്ങൾ പ്രത്യേകമായ പൂജകൾ അവിടെ നടക്കാറുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലക്ഷങ്ങൾ മുടക്കി ഇദ്ദേഹം ഒരു കോൺട്രാക്ട്, കാശുള്ള മനുഷ്യനാണ്. അങ്ങനെ തന്റെ പണം, അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് പണം കുമിഞ്ഞുകൂടിയെന്ന, ലക്ഷങ്ങൾ മുടക്കി ഇതെല്ലാം ചെയ്യും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളൊരു ശൂന്യത. പണം വെച്ച ഇദ്ദേഹത്തിന്റെ പണത്തിന് ഇദ്ദേഹത്തിന്റെ മുഴുവനാണ് 10 പൈസ അറിയുന്ന ഇദ്ദേഹം എടുക്കാറില്ല. അത് മുഴുവൻ പള്ളികൾക്കാ. ആ സ്ഥലം പള്ളികൾക്ക്, കത്തോലിക്ക പള്ളികൾക്ക് അത് മുഴുവൻ പോകുന്നു. ആളുകൾ അവിടെ വന്ന് ഇതെല്ലാം ചെയ്തു പോകുന്നു, സംപ്രീപ്തരാകുന്നു, സായുജ്യമടയുന്നു. പക്ഷേ അതിന്റെ ആ പ്രതിഷ്ഠാ ദിവസം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ അകത്ത് വലിയൊരു ശൂന്യതയാണ്. അതുകൊണ്ട് അടുത്ത സ്ഥലത്ത് പോയി പണിയാണ്. ഇങ്ങനെ പലയിടത്ത് പോയി പണിത് ഒടുവിൽ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. ഒരു ദേവദാസൻ, അദ്ദേഹം അനുഭവ സാക്ഷ്യം പൂർണ്ണമായി ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം സുവിശേഷത്താൽ പിടിക്കപ്പെട്ടു. യേശുവിനെ അറിഞ്ഞു, തുറന്ന് വിശ്വാസിയായി, സുവിശേഷകനായി മാറി. അങ്ങനെ ഒരിക്കൽ ഒരിടത്തൂടെ അദ്ദേഹം സുവിശേഷം പറഞ്ഞു പോകുമ്പോഴത്തേക്ക് റോഡ് ബ്ലോക്ക്, പോകാനൊക്കുന്നില്ല, മുന്നോട്ട് പോകാനൊക്കുന്നില്ല. എന്താണെന്നറിയാൻ അദ്ദേഹം വാഹനത്തിന് ചെല്ലുമ്പോൾ രസാവഹമായ കാര്യം, താൻ മുൻപ് പണിത് വെച്ചിരുന്നതായ ഒരു കുരിശുമൂട്ടിൽ, അന്നത്തെ അവിടുത്തെ ഉത്സവമാണ്, ജനങ്ങൾ അവിടെ ഉറഞ്ഞു തുള്ളുന്നു, സാരി വെക്കുന്നു, തുണി വെക്കുന്നു, പണം വെക്കുന്നു, വേണ്ട ചെണ്ട മേളം, കൊഴുത്ത കൈത്താള മേളത്തോടുകൂടി ഭയങ്കര ഉത്സവം. അദ്ദേഹം അവിടെ നിന്ന് വിങ്ങിപ്പൊട്ടി. ആ മനുഷ്യൻ അവരെ കൂടെ മുന്നോട്ട് ചെന്നേച്ച് പറഞ്ഞു, പ്രിയമുള്ളവരെ, ഇത് ഞാൻ പെടുന്നതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വേഷവും കാര്യം കണ്ട് പറഞ്ഞു. അവർ ചോദിച്ചു, അതിന് ഞങ്ങളെന്താ വേണം? എന്റെ അറിവില്ലായ്മയെ ഞാനിത് പണിതതാണ്. ഇങ്ങനെ ഞാൻ 18ഓളം പണിതു.
ഓരോന്ന് പണിയുമ്പോഴും എന്റെ അകത്ത് ശൂന്യത കൂടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഇതൊന്നും പണിയാതെ തന്നെ ദൈവവചനം ഒരു സുവിശേഷ 2 സുവിശേഷകന്മാർ എന്നോട് പറഞ്ഞു, അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. ഇത് തെറ്റാണെന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തെ ചെവി കൊടുത്തില്ല, അദ്ദേഹത്തെ അവിടുന്ന് ഓടിച്ചു കളഞ്ഞു. എന്നിട്ട് അവർ ആ കുരിശുമൂട്ടിൽ ആഘോഷപൂർവമായി അതിന്റെ ഉത്സവം ആചരിച്ചു, പെരുന്നാൾ ആചരിച്ചു. അത് പണിത മനുഷ്യൻ മാറി എന്ന് നെഞ്ചത്തടിക്കുക. സ്തോത്രം. അതുപോലെ ഇവിടെയും നാം കാണുന്നത് പൗലോസ് പറയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ ചുറ്റും നടന്ന് നോക്കിയപ്പോൾ ഇവിടെ അജ്ഞാതദേവൻ, അൺനോൺ ഗാഡ്, ഞങ്ങൾ ഇനി ഇത്രയും ദൈവങ്ങളെ ഉണ്ടാക്കി വെച്ചു. 10 തലയുള്ളത് മുതൽ 7 വട്ടം കൈകളുള്ളത്, പുലിപ്പുറത്തിരിക്കുന്നത്, ആനപ്പുറത്തിരിക്കുന്നത്, എങ്ങനെയൊക്കെ കയറാമോ, വ്യാളിയുടെ പുറത്തിരിക്കുന്ന തരത്തിൽ ഏറെ തരത്തിൽപ്പെട്ടത് എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചു. എന്നാലും അവർ അകത്തെ ശൂന്യത, ആത്മത്തിന് സമാധാനമില്ലാത്ത അനുഭവത്തിനെ വെച്ച് ഇനി അതല്ലാതൊരെണ്ണം ഉണ്ടെങ്കിൽ, ഞങ്ങൾ അറിയാത്തൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് വിരിക്കട്ടെ ഒരു കല്ല്. അവിടെ രൂപം ഭാവമില്ല, ചുമ്മാ ഒരു കല്ല് മാത്രം വെച്ച് അവിടെ അൺനോൺ ഗാഡ് അവിടെ ഉണ്ടെന്ന് കാണിക്കപ്പെട്ടി. പണം സ്വരൂപിക്കാനുള്ളത്, പ്രാർത്ഥന എഴുതി വെക്കാനുള്ളത്, ചക്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാനിങ്ങനെ കണ്ടു എന്ന് പറയാൻ, നിങ്ങൾ പറഞ്ഞതായ ആഗ്രഹിച്ചതായ നവീന ഉപദേശമുണ്ടല്ലോ, ആ ഉപദേശത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. എന്താണ് ഞങ്ങളുടെ ഉപദേശം? ഞാൻ ചുറ്റി നടന്നോ നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവൻ എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാത്തതിനെ, നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് സ്തോത്രം. നിങ്ങൾക്കറിയത്തില്ലല്ലോ, നിങ്ങൾ എഴുതിയിട്ടില്ല അൺനോൺ ഗോഡ്. നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞ ആ ദൈവത്തെ എനിക്കറിയാം. സ്തോത്രം. അത് തന്നെയാണ് ഗലാത്യർക്ക് ലേഖനോട് പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പ് ദൈവത്തെ അറിയത്തില്ലായിരുന്നു. ദൈവമാണെന്നുള്ള സങ്കല്പത്തിൽ ഒത്തിരി പേരെ നിങ്ങൾ ആരാധിച്ചു വന്നു. എന്ത് പ്രയോജനം? ആ ദൈവത്തെ നിങ്ങൾക്കും അറിയത്തില്ല, ആ പൂജിക്കുന്ന ദൈവത്തിന് നിങ്ങളെ അറിയത്തില്ല. ഇവിടെ പറയാണ്, നിങ്ങൾ അറിയാതെ ഒന്നിനെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ദൈവത്തിന്റെ പ്രത്യേകതയാണ് അടുത്ത പ്രസംഗ വിഷയം. ആരാണ് ദൈവം? ഹു ഈസ് ഗോഡ്? അവന്റെ നേച്ചർ എന്താണ്? അവന്റെ സ്വഭാവം എന്താണ്? ആ ദൈവത്തിന്റെ സ്വഭാവത്തെ പറയുകയാണ്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. ഒന്ന്, ദൈവമാണ് ഇന്ന് ഈ കാണുന്ന ലോകവും ഈ കാണുന്ന മുഴുവനും സൃഷ്ടിച്ചത്. ക്രിയേറ്റർ ഓഫ് ഗാഡ്. ഈ സകലത്തെ സൃഷ്ടിച്ച ദൈവത്തെയാണ്, നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത്. ക്രിയേറ്റർ ഓഫ് ഗാഡ്, ക്രിയേറ്റർ ഗാഡ്, ദ ക്രിയേറ്റർ ഗാഡ്. സൃഷ്ടിച്ച ദൈവം. സ്തോത്രം. തുടർന്ന് ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുകൊണ്ട് ആ ദൈവത്തിന് എവിടം വരെ ഉണ്ട് പ്രദേശം, പരിധികൾ? ആ ദൈവത്തിന്റെ ലിമിറ്റ് എവിടെയാ? ഈ ദേശത്ത് മാത്രമാണോ, അടുത്ത ദേശത്ത് മാത്രമാണോ? ഏതെല്ലാം പ്രൊവിൻസിലുണ്ട്? ഏതെല്ലാം രാജ്യങ്ങളിലുണ്ട്? ഇവിടെ എന്താ പറയാണ്, ഈ ദൈവം ഒരു സ്ഥലത്ത് മാത്രമുള്ളതല്ല, ഒരു സ്ഥലത്തേക്ക് മാത്രമുള്ളതല്ല, മറിച്ച് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം. ഈ ദൈവം ഇത് സകലത്തിന്റെ ഉടമസ്ഥനാണ്. നാം അധിവസിക്കുന്ന ഈ ഭൂമിക്കും നാം കാണാത്ത സ്വർഗത്തിന്റെ ഉടമസ്ഥനായ ദൈവം. ആ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അവരോട് പറഞ്ഞ ആ ദൈവം മനുഷ്യൻ കൈകൊണ്ട് പണിതായ ഒരു അമ്പലത്തിലും ഒരു പള്ളിയിലും ഒരു മോസ്കിലും താമസിക്കുന്നില്ല. കാരണം ആ ദൈവത്തെ, ഈ പറയപ്പെട്ട ദൈവത്തെ ഒരു അമ്പലത്തിലും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാരണം അവ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനാണ്. സ്വർഗത്തിന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠമാണ്. അപ്പൊ ആ ദൈവത്തെ എങ്ങും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അതിന് ഒരു മന്ദിർ പണിത് കൊടുത്തിട്ട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞാൽ ഇരിക്കത്തില്ല, കൂടിയിരുത്താൻ പറ്റുകയില്ല. പ്രത്യേക സ്ഥാനമില്ല, പ്രത്യേക അൽത്താറായോ ബദ്വഹായോ ത്രോണോസോ അല്ലെങ്കിൽ അതുപോലുള്ളതായ സ്ഥലങ്ങൾ, സ്തോത്രം, പ്രത്യേക പൂജാപീഠങ്ങൾ, ഇതൊന്നും അവിടെ ഇരുത്താൻ പറ്റുകയില്ല, ഇരിക്കത്തില്ല. അവിടെ പറഞ്ഞെങ്ങനെയാണ്,
ഭൂമിക്ക് നാഥനായതുകൊണ്ട് കൈപ്പണിയായ മനുഷ്യൻ കൈകൊണ്ട് പണിത ഒരമ്പലത്തിലും ഒരു പള്ളിയിലും ഒരു മോസ്കിലും എവിടെയും ഇരുത്താനായിട്ട് ദൈവത്തെ കഴിയത്തില്ല. എത്രയും വിസ്തൃതിയുള്ള ദേശം മുഴുവൻ, ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ കെട്ടിടം ഞാൻ കണ്ടിട്ടില്ലെങ്കിലും വീഡിയോയിൽ കാണുന്നത്, എത്രയോ ഒരു പ്രദേശം മുഴുവനാണ് എന്റെ ബേസ്മെന്റ്. എന്റെ അറ്റം സ്തൂപിക, ചെറിയ അറ്റം പോലെ മുകളിൽ നിൽക്കുന്നെങ്കിലും ഉയരങ്ങൾ കിലോമീറ്റർ നീളമുണ്ടെന്നാ പറയുന്നത്. എത്രയോ ഉയരമുള്ള ആ കെട്ടിടത്തിന് ബേസ്മെന്റ് ഏറ്റവും വിശാലമാണ്. അപ്പം ദൈവത്തെ ഇരുത്തുവാൻ, ദൈവത്തിന് വേണ്ടി ഒരു അമ്പലം പണിയണമെങ്കിൽ, ഒരു പള്ളി പണിയണമെങ്കിൽ, ഒരു മോസ്ക് പണിയണമെങ്കിൽ സാധ്യമല്ല. കാരണം ദൈവം എല്ലാത്തിനും മീതയാണ്. മനുഷ്യൻ കൈകൊണ്ട് പണിത ഒരിടത്തും ദൈവത്തെ ഇരുത്താൻ കഴിയത്തില്ല. അത് നിന്നിട്ട് അടുത്തത്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ആരും ഒരു അമ്പലവും പണിയണ്ട, ഒരു സ്ഥലവും ദൈവത്തിന് വേണ്ടി പണിയണ്ട. അവിടെ എങ്ങും ദൈവം ഇരിക്കുന്നുമില്ല. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവം വസിക്കുന്നത് മനുഷ്യരിലാണ്, എന്നിലും നിങ്ങളിലുമാണ്. അപ്പൊ ചോദിക്കുക, പ്രാർത്ഥനയ്ക്ക് കൂടി വരുന്ന ഹോളോ? അതെല്ലാവർക്കും കൂടി വരാൻ സൗകര്യപ്രദമായ സ്ഥലമെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും പെന്തക്കോസുകാരുടെ ഹാളിന് യാതൊരു പ്രത്യേകതയുമില്ല. ആ ഹോളിൽ പോയി പ്രാർത്ഥിച്ചോണ്ട് എന്റെ രോഗം മാറി എന്ന് പറയുവാൻ ഒന്നുമില്ല. അവിടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. ദൈവം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ മാറി. ഇനി ഒരു മരച്ചോട്ടിലാണോ ദൈവം അവിടെ ഉണ്ടെങ്കിൽ ആളുകൾ കൂടി വന്നപ്പോൾ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടും. ഒരു വീട്ടിൽ വെച്ചാണോ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടും. ഒരു പൊതുസ്ഥലത്താണോ, ഒരു വാഹനത്തിനുള്ളിലാണോ, എവിടെയാണോ രണ്ടോ മൂന്നോ പേർ ദൈവനാമത്തിൽ കൂടി വരുന്നത്, അതിന് നടുവിൽ ദൈവമുണ്ട്, വരും. ആ ദൈവത്തിന്റെ പ്രവൃത്തി, തന്റെ വചനത്തെ ഉറപ്പിക്കുവാൻ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. അതല്ലാതെ മറ്റൊരെങ്ങും അങ്ങനെ ഒരു സംവിധാനമില്ല. അതുകൊണ്ട് പറയാണ്, മനുഷ്യനിർമ്മിതമായ പാർക്കുന്നില്ല. അടുത്തത് ദൈവം എന്ത് ചെയ്യുന്നു? ഒന്ന്, ദൈവം പണിത ദൈവമാണ്. ദൈവത്തിന് വേണ്ടി സ്വർഗവും ഭൂമിയും ദൈവം മനുഷ്യർക്ക് വേണ്ടി പണിതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഒന്നും പണിയണ്ട. അടുത്തത്, ഈ ദൈവം മനുഷ്യർക്ക് ജീവനും ശ്വാസവും സകലവും നൽകുന്ന ദൈവമാണ്. മനുഷ്യന് ആവശ്യമായതെല്ലാം, അതാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ദൈവം നൽകും. നമ്മുടെ ജീവൻ എന്തെല്ലാം വേണം? ആഹാരം ആവശ്യമുണ്ട്, വായു ആവശ്യമുണ്ട്, വെള്ളം ആവശ്യമുണ്ട്, പാർപ്പിടം ആവശ്യമുണ്ട്, വസ്ത്രം ആവശ്യമുണ്ട്, ഉപജീവനത്തിന് ജോലി ആവശ്യമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യും, നമുക്ക് നൽകി തരും. അതുപോലെ നമ്മുടെ ഭക്തിയുടെ മാർഗം ദൈവം നമുക്ക് ഉപദേശിച്ചു തരും. അത് മനുഷ്യനല്ല പറഞ്ഞു തരേണ്ടത്. ദൈവത്തെ എങ്ങനെ ഭജിക്കണം, എങ്ങനെ ആരാധിക്കണം ദൈവമാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നതാണ്, ജീവനും ശ്വാസവും സകലവും, ജീവനും ശ്വാസവും എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അത് മുഴുവൻ കൊടുക്കുന്നവനാകയാൽ ദൈവത്തിനൊന്നും മുട്ടില്ല. അതുകൊണ്ട് ദൈവത്തിനിരിക്കട്ടെ ഈ ചക്ക, ദൈവത്തിനിരിക്കട്ടെ ഈ മാങ്ങ, ദൈവത്തിനിരിക്കട്ടെ ഈ പൂവും ഫലങ്ങളും, ആവശ്യമില്ലേ ഇല്ല. പൂ കൊണ്ടാകട്ടെ, തടി കൊണ്ടാകട്ടെ, ഏതുമാകട്ടെ, ഈ ഭൂമിയിലെ ഏതൊരു ലോകം, അത് സ്വർണം, വെള്ളി, രത്നങ്ങൾ, ഇനി കിരീടമാകട്ടെ, പാതുകമാകട്ടെ, ചെരുപ്പുകൾ, വസ്ത്രങ്ങളാകട്ടെ, ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ഇതെല്ലാം ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ടോ വല്ലൊന്നിനും മുട്ടുള്ളവൻ, ഒന്നുമില്ലാത്തവൻ, ബിപിയിലുകാരനല്ല ദൈവം. അതുകൊണ്ട് മാനുഷ്യ കൈകളാൽ ഒരു ശുശ്രൂഷയും ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിനെ ആരും വസ്ത്രം ധരിപ്പിക്കണ്ട, ദൈവത്തെ ആരും ചുമന്നുകൊണ്ട് നടക്കണ്ട, ദൈവത്തെ ആരും കുളിപ്പിക്കണ്ട, ദൈവത്തിന് ആരും ഭക്ഷണം വാരി കൊടുക്കണ്ട. ദൈവത്തിന് ഇന്ന് നാം ഭൂമിയിൽ കാണുന്നതനുസരിച്ചുള്ളതായ പാലഭിഷേകം, നെയ്യഭിഷേകം തുടങ്ങിയുള്ള ഒരഭിഷേകവും വേണ്ട. ദൈവത്തിന് ഈ ഭൂമി ഇന്ന് മനുഷ്യർ കാണിക്കുന്ന തരത്തിലായ ഒരു കാണിക്കുകയും വേണ്ട. ഒരു തരത്തിലുള്ള ഫലമൂലാദികളാകട്ടെ, ജീവജാലങ്ങളാകട്ടെ, ഒന്നുമേ വേണ്ട. ബലി ദൈവത്തിനും വേണ്ട. ദൈവം പ്രസാദിക്കുന്നത് ബലികൾക്കുള്ളിലല്ല. നാം ഗലാത്യ ലേഖനത്തിലാണെങ്കിൽ നമ്മൾ തിരിച്ചു പോകോട്ട് പോകുന്നുണ്ട്. അതിനാൽ ഇതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ നോക്കാം. 50-ാം സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നത്. 50-ാം സങ്കീർത്തനത്തിന്റെ അകത്ത് ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് വിശന്നാൽ ഞാൻ നിങ്ങളോട് പറയുമോ?
എനിക്ക് വിശന്നാൽ ദൈവം മനുഷ്യരോട് ആരോടും പറയുന്നത്, കാരണം ദൈവത്തിന്റെ വിശപ്പ് മനുഷ്യർ തീർക്കാൻ കഴിയത്തുമില്ല. എനിക്ക് വിശന്നാൽ ഞാൻ നിങ്ങളോട് പറയുമോ? 50-ാം സങ്കീർത്തനം 12 മുതലുള്ള വാക്യങ്ങൾ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. നാം നേരത്തെ അത് തന്നെ വായിച്ചത്. ഭൂലോകവും സകല നിറവും അതിലുള്ള സകലവും ദൈവത്തിന്റേതാണ്. ഞാൻ കാളകളുടെ മാംസം ദൈവം ചോദിക്കാൻ, ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? ദൈവത്തിന് ബീഫ് ഇറച്ചി കൊടുക്കണ്ടെന്ന്. കോലാട്ടുകൊറ്റന്മാരുടെ രക്തം, കോലാടിനെ കൊന്ന് അതിന്റെ രക്തം കൊടുക്കണ്ട. കോലാടിന്റെ രക്തം വേണമെങ്കിൽ പന്നിയുടെ രക്തം വേണോ? എലിയുടെയും പൂച്ചയുടെയും രക്തം വേണോ? കോഴിയുടെ രക്തം വേണോ? ഇന്നും ക്രൈസ്തവരെന്ന് പറയുന്നവർ, കുരിശം കൊണ്ട് നടക്കുന്ന മതിലേക്കളത്തെ ക്രിസ്ത്യാനികൾ കോഴിയെ വെട്ടി രക്തം കൊടുക്കുക. ദൈവം ചോദിക്കുന്നു, ഞാൻ കോഴികളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ രക്തം എനിക്ക് വേണോ? കോലാടിന്റെ രക്തം വേണോ? ദൈവത്തിന് സ്തോത്രയാഗം. ദൈവമായ കർത്താവ് പറയാണ്, ഒരു യാഗം മതി, സ്തോത്രം. പക്ഷെ അതാ പ്രയാസം. ആടിനെയും ഒട്ടകത്തെയും കാളയും പശുവിനെയും ഇതിനൊക്കെ യാഗം കഴിക്കാൻ മനുഷ്യ സന്തോഷമാണ്, കാരണം ഇത് കൊണ്ട് കൊടുത്താൽ മതിയല്ലോ. പക്ഷെ സ്തോത്രം എന്ന് പറയണമെങ്കിൽ ബുദ്ധിമുട്ടാ. ചിലർ സ്തോത്രം പറയില്ല, അവർ ശുദ്ര 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 എന്നേ പറയത്തുള്ളൂ. സ്തോത്രം മുഴുവൻ പറയാൻ അവർക്ക് ഒക്കത്തില്ല. ചില സ്തോത്രം എന്ന് പറയാം, സ്തോത്രം. അവർ സ്തോത്രം പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ അയര സ്ഥലത്തെ ഒരു സഹോദരൻ വിശ്വാസം വന്നപ്പോൾ അദ്ദേഹം സ്തോത്രമാ പറഞ്ഞു. ഞാൻ ഒരു സഹോദരൻ അങ്ങനെയല്ല, സ്തോത്രം. ചുരുവൻ വായിക്കുന്നത് അങ്ങനെ സ്തോത്രം പറയാൻ പറഞ്ഞു. ഈ സഹോദരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് സ്തോത്രം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരിമാരും പ്രിയപ്പെട്ടു, അങ്ങനല്ല സ്തോത്രം എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഞങ്ങളുടെ പ്രിയ സഹോദരൻ അവരെ തിരുത്തി, അങ്ങനെയല്ല പറയേണ്ടത്, സ്തോത്രം. അപ്പോഴവർ പറഞ്ഞത്, 13 വർഷം സെമിനാരി പഠിച്ച ഞങ്ങളുടെ അച്ഛൻ പറയുന്ന സ്തോത്രം എന്നാ, ഞങ്ങൾ അതേ പറയത്തുള്ളൂ. പെന്തക്കോസ്താക്കാര് പറഞ്ഞ സ്തോത്രം എന്ന് പറയണ്ട. സ്തോത്രം. ദൈവമായ കർത്താവ് പറഞ്ഞു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നു, എന്നെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതിന്റെ നേർച്ചകളെ നിന്നെ സമർപ്പിക്കുക. എന്നിട്ട് പറയാം, നീ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവം പറഞ്ഞ ഇങ്ങനെയാണ്, കാട്ടിലെ 1000 മൃഗങ്ങൾ ദൈവമായ കർത്താവ് ചോദിക്കുകയാണ്, എനിക്ക് മൃഗങ്ങളെ നിന്റെ വീട്ടിൽ നിന്ന് കാളകളെയോ ഞാൻ എടുക്കത്തില്ല. നമ്മുടെ വീട്ടിലുള്ള കാളയെയും പശുവിനെയും ഒന്ന് അഴിച്ചുകൊണ്ട് പോയി അതിന്റെ ഇറച്ചി ഭക്ഷിക്കുന്നവനല്ല ദൈവം, അതിന്റെ രക്തം കുടിക്കുന്നവനല്ല ദൈവം. ദൈവം പറയാണ്, കാട്ടിലെ സകല മൃഗങ്ങളും പർവ്വതങ്ങളിലെ സകല 1000 ജന്തുക്കളും ദൈവത്തിനുള്ളതാണ്. അതിന് ദൈവത്തിന് മുട്ടയും പാലും ഒന്നും കൊടുക്കണ്ട, ദൈവത്തിന് മറ്റഭിഷേകങ്ങൾ ഒന്നും ചെയ്യണ്ട. ദൈവമായ കർത്താവ് ഇതെല്ലാം എന്റേതാണ്. 50-ാം സങ്കീർത്തനത്തിലാണ് വളരെ ശക്തവും വ്യക്തവുമായി ദൈവമായ കർത്താവ് പറയുന്നത്. ആ വാക്യം ഒന്നുകൂടെ ആദ്യം പോലെ വായിക്കാം. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കത്തില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെ ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവയാണ്. അതുകൊണ്ട് എനിക്ക് വിശന്നാൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കാളയോ തൊഴുത്തിന്ന് പശുവിനെ അഴിച്ചുകൊണ്ട് പോകത്തില്ല, അതിനെ എനിക്ക് കൊണ്ടുവരാൻ പറയത്തില്ല. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് ഒന്നേ ഉള്ളൂ, അത് നിങ്ങൾ സ്തോത്രം എന്ന യാഗം അർപ്പിക്കണം. അത് വല്ലപ്പോഴും പോരാ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം അത് 1000 അനവധിയായി നാദാ സ്തോത്രം എന്നിങ്ങനെ വല്ലപ്പോഴും പാടിയാ പോരാ. സ്തോത്രം. മറ്റൊരു കാരണം ഇങ്ങനെ നാം കാണുന്നത്, ശത്രുവിനോട് എതിർക്കുവാൻ, ജയം നേടുവാൻ, ആത്മാവിന്റെ ശക്തിയെ പ്രാപിപ്പാൻ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം.
അവിടെ വല്ലപ്പോഴും സ്തോത്രം പറഞ്ഞ് 1000 10,000 കൊടുക്കാനല്ല, ഇടവിടാതെ സ്തോത്രം ജാഗരിപ്പിക്കുന്ന തിരുവചനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ പറയുകയാണ്, ഞാൻ കാളകളെയോ നിന്റെ വീട്ടിൽ നിന്ന് ഒന്നും എടുക്കില്ല. അതിന് കാരണം ഇതെല്ലാം എനിക്കുണ്ട്. ഞാൻ മാംസം കഴിക്കുന്നവനല്ല, അതുകൊണ്ട് മനുഷ്യർക്ക് മാംസം വേണ്ടെന്നല്ല, നിങ്ങൾ അറുത്ത് കഴിച്ചോളാന്നാണ് പറഞ്ഞു. തിരിച്ചു വരാം. മറ്റൊരു ഭാഗത്ത് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൃഗങ്ങളെന്നും എടുക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, ദൈവത്തിന് ദൈവം സകലത്തിനും ഒന്നിനും മുട്ടുള്ളവൻ. പത്രപ്രവർത്തി പുസ്തകം താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യവൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിലെങ്ങും ദൈവം മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ദൈവം നമ്മളിൽ നിന്ന് ഭക്ഷണപാനീയങ്ങൾ ആവശ്യപ്പെടുന്നില്ല. നമ്മൾ കൊണ്ടുപോയി കുളിപ്പിക്കാൻ, രാത്രി ഉറക്കാൻ, പകൽ വിളിച്ചുണർത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം പറയുമ്പോൾ ഉറങ്ങുവാനും നമ്മൾ ഉണർത്തുമ്പോൾ ഉണരുവാനും ദൈവം ഉണർന്നാൽ, അങ്ങനെയെങ്കിൽ അത് സങ്കല്പമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ യൂട്യൂബില് ഒരു ലോക്കോ പൈലറ്റ് ട്രെയിൻ ഓടിക്കുന്ന ഒരാളുടേതായ കാര്യങ്ങളെ കേട്ടു. അവിടെ പറഞ്ഞിരിക്കുന്ന, അവരുടെ റണ്ണിങ് സമയത്ത്, വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ അവർക്ക് ഉപയോഗിക്കാനേ പാടില്ല. അവർക്ക് കിട്ടുന്ന സമയങ്ങളിൽ അവർ ഉറങ്ങി തീർക്കാന്നാണ് പറഞ്ഞത്. കാരണം ഡ്യൂട്ടി സമയത്ത് 100-120 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ആ വാഹനത്തിൽ ഒരു സിഗ്നലിന്റെ പിഴവ് മതി ആ വാഹനവും അതിൽ സഞ്ചരിക്കുന്ന 12,000-ഓളം ആളുകൾ നഷ്ടമായി പോകാൻ. അതുകൊണ്ട് ഒരു നേരം കണ്ണ് അടയ്ക്കാതെ ഓടിക്കേണ്ട ഒരു വാഹനമാണ് ട്രെയിൻ. കാറും അതുപോലെ ബസ്സും എല്ലാം അതുപോലെ തന്നെയാണ്. പ്ലെയിനിൽ മാത്രമേ ഉള്ളൂ ഓട്ടോ പൈലറ്റ്. അല്പസമയം പൈലറ്റ് ഉറങ്ങിയാലും യന്ത്രം തന്നെ ഓടിക്കുന്ന കേട്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ലോക്കോ പൈലറ്റ് ട്രെയിൻ ഓടിക്കുന്ന അദ്ദേഹം പറഞ്ഞതാണ്, ആ വാഹനം ഓടിക്കുമ്പോൾ കണ്ണടയ്ക്കാൻ നേരമില്ല, മൊബൈൽ ഉപയോഗിക്കാറില്ല. അങ്ങനെയൊരു ട്രെയിൻ ഓടിക്കുന്നൊരു പൈലറ്റ്, ലോക്കോ പൈലറ്റ് കണ്ണടച്ചാൽ അപകടം ഉണ്ടാകുമെങ്കിൽ ഈ ഭൂലോകം മുഴുവൻ നോക്കുന്ന ദൈവം രാത്രി 10, 8, 9 മണി മുതൽ പിറ്റേ ദിവസം 4 മണി വരെ ഉറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? രാത്രി ദൈവത്തെ ഉറക്കുകയും പകല് ദൈവത്തെ വിളിച്ചുണർത്തുകയും ചെയ്യുന്ന മനുഷ്യന്റെ മൗഢ്യമായ ആരാധനാക്രമങ്ങൾ എത്രയോ ലജ്ജാകരമാണ്. അവിടെ ദൈവം, ഞാൻ മനുഷ്യകരങ്ങളാൽ ഒരു ശുശ്രൂഷയും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം മനുഷ്യർക്ക് സകലവും കൊടുക്കുന്നവനാണ്. കാട്ടിലെ മൃഗങ്ങൾ മാത്രമല്ല, കാട്ടിൽ ഈ കണ്ട സകല, നമ്മുടെ കേരളത്തിലാണ് കൂടുതൽ ചന്ദനക്കാടുകളുള്ളത്. മരങ്ങൾ നട്ട് അതിലെ ശകലം ചന്ദനമെടുത്ത് ഒരു തിരി കത്തിച്ച്, ഒരു തിരിയാക്കി വെച്ച് അത് കത്തിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? ഈ ലോകത്ത് ചന്ദനക്കാടുകൾ നൽകിയ ദൈവം കുന്തിരുക്കം വൃക്ഷങ്ങളിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഈ ഭൂമിയിൽ നൽകിയ പൂ മുതൽ സകലവും നൽകിയ ദൈവത്തിന് ഒരു ഭൂമാല കൊണ്ടിട്ട് കൊടുത്താൽ, 4 ചന്ദനത്തിരി കത്തിച്ചാൽ, ശകലം സാമ്പ്രാണി പുകച്ചാൽ, ശകലം കുന്തിരുക്കം പുകച്ചാൽ, 4 ഖദന പൊട്ടിച്ചാൽ ദൈവത്തിന് പ്രസാദമാകുമോ? സ്തോത്രം. ദൈവം പറയാണ്, എനിക്കിതൊന്നും ആവശ്യമില്ല, നിങ്ങൾ സ്തോത്രയാകും. അടുത്ത വായിക്കുന്നു, മനുഷ്യകരങ്ങൾ ആ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അത് അതിനെ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനും മനുഷ്യജാതിയെ മുഴുവൻ സൃഷ്ടിച്ചു. പ്രിയമുള്ളവരെ, ആഫ്രിക്കനായാലും അമേരിക്കനായാലും ഏഷ്യക്കാരനായാലും ഭൂമിയിലുള്ള സകല മാനവജാതിക്കും രക്തം ഒന്നേ ഉള്ളൂ. പിന്നെ ചില ഘടകങ്ങൾ എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, അങ്ങനെ രക്തത്തിൽ ചില ഗ്രൂപ്പുകളിൽ ചില വ്യത്യാസമുണ്ടെന്നല്ലാതെ മുഴുവനും അടിസ്ഥാനപരമായി ഭൂമിയിലെ മനുഷ്യനെല്ലാം ഒരു സ്ഥലത്തു നിന്ന് വന്നു എന്ന്
തെളിയുന്നതാണ്. അത് കുരങ്ങൻ പരിണമിച്ചുണ്ടായതല്ല. ഒരു പൊട്ടിത്തെറിയും അതിനോട് ചേർന്ന് പിന്നെ വന്നതായ ഘടകങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതല്ല മനുഷ്യനെന്ന അത്ഭുത പ്രതിഭാസം. ലോകമെമ്പാടുള്ള സകല മനുഷ്യരും തത്വത്തിൽ ഒന്ന് തന്നെയാണ്. നീളത്തിലും ഉയരം കൊണ്ടും നിറം കൊണ്ടും ചില ഘടനകൾ കൊണ്ട്, ഘടന വെച്ചാൽ ചെറിയ ചെറിയ മുഖത്തിന്റെ ഇത് വെച്ചൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ടെന്നല്ലാതെ ബാക്കി മുഴുവൻ ഒന്ന് തന്നെയാണ്. അവിടെ തിരുവനന്തപുരം പറഞ്ഞ മനുഷ്യൻ ഒരുവരിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ സൃഷ്ടിച്ചു. എന്നിട്ടോ അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അതാണ് പ്രിയമുള്ളവരെ, നമ്മളെ ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന നമുക്ക് വലിയ തണുപ്പും ചൂടൊന്നുമില്ല. നമ്മൾ വയനാട്ടിൽ ചെന്നാൽ ബുദ്ധിമുട്ടും. അവിടെ പ്രത്യേക കാലാവസ്ഥയാണ്. മുൻപ് ബാംഗ്ലൂർ വ്യത്യസ്തമായിരുന്നു, ഇപ്പൊ അതൊക്കെ മാറി. ഉഷ്ണമേഖലാ പ്രദേശങ്ങളുണ്ട്, തണുപ്പ് അധികമുള്ള പ്രദേശങ്ങളുണ്ട്, തണുപ്പും ചൂടും കൂടിയുള്ള കാലാവസ്ഥകളുണ്ട്. പല സ്ഥലങ്ങളിലും നാം ചെന്ന് ചേർന്നാൽ പറിച്ച് നടപ്പെട്ട് ചെന്നാൽ ആദ്യത്തെ ചില നാളുകൾ അവിടെ ദുഷ്കരമാണ്. ആകെ ഒരു വ്യതിയാനം ഉണ്ടാവും. അതുകൊണ്ട് ഓരോ മനുഷ്യർക്കും താമസിക്കുവാൻ ഓരോരുത്തർക്കുള്ള ഇടങ്ങൾ, പാർപ്പിടം, അത് ദൈവം അതിരുകളും നിവാസങ്ങളും മനുഷ്യർക്ക് കൽപ്പിച്ചു. പിന്നെയോ അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ. ഇതെല്ലാം ചെയ്തു വെച്ചത് എന്തിനാ? ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവമെന്ന കാരണഭൂതനെ, നമുക്കുള്ളവനെ കണ്ടെത്തുവാൻ ദൈവം ഒരുക്കിയ വഴികളാണ്. മടങ്ങി വരാം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഈ മനുഷ്യരോട് ഗലാത്യയിലുള്ള ആളുകൾ ഇത് തന്നെ അറിയാണ്. അവരെ കുറിച്ചാണ് പറഞ്ഞത്, മുൻപേ നിങ്ങൾ ദൈവത്തെ അറിയാത്തവരായിരുന്നു, അപ്പോൾ തന്നെ നിങ്ങൾ ബഹുദൈവ വിശ്വാസികളായിരുന്നു. ആ ബഹുദൈവ വിശ്വാസത്തെ കുറിച്ചാണ് ഗലാത്യർ 4:9 വാക്യത്തിൽ പറഞ്ഞത്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ, നേരത്തെയോ 8 വാക്യം, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ, അന്ന് നിങ്ങൾക്കൊരു പൂർവ്വ ബിഫോർ, നിങ്ങൾക്ക് ഒരു മുൻകാല ചരിത്രമുണ്ട്. അന്ന് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞവരല്ല, അറിഞ്ഞു എന്ന് പറഞ്ഞവർ മാത്രമാണ്. വേദപുസ്തകത്തിൽ പോയാൽ നമുക്കത് കാണാൻ സാധിക്കും. ശമൂവേലിന്റെ 1-ാം പുസ്തകം അതിനകത്ത് കാണുന്നത് ഇങ്ങനെയാണ്. 3-ാം അധ്യായത്തിൽ ശമൂവേൽ ആ കാലത്ത് ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു വന്നു. അന്ന് വചനം ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. ശമൂവേൽ ദൈവത്തെ ശുശ്രൂഷിച്ചു. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ദൈവത്തിന് ശുശ്രൂഷ. അദ്ദേഹം ശമൂവേൽ ബാലൻ മറ്റു യാതൊരു പണിക്കും പോയില്ല. യഹോവയുടെ കൂടാരം അന്നായിരുന്ന സ്ഥലത്ത് വെച്ച് ആ കൂടാരത്തിനകത്തെ ദൈവിക ശുശ്രൂഷക്കാരനായിരുന്നു ശമൂവേൽ എന്ന ബാലകൻ. ഏലിയുടെ മുൻപാകെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു വന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായി. അന്ന് ദൈവത്തിന് ഇതുപോലെ ഇന്നിപ്പം നവമാധ്യമങ്ങളുടെ 24 hours, ഈ നമ്മുടെ കർമ്മേൽ മിനിസ്ട്രി 24 hours വചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലുണ്ട് ഓരോരോ സ്ലോട്ട്. ബുധനാഴ്ച തോറുമുള്ള സമയം എനിക്ക് രാത്രി 9 മണി മുതൽ 10 മണിയുടെ സമയത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ തന്നെ അടുത്ത 10 തൊട്ട് 11 വരെ വേറെ ആളുണ്ട്. 12 തൊട്ടുണ്ട്. തുടർമാനമായി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ദൈവത്തിന് യാതൊരു പഞ്ഞവുമില്ല. സഹോദരൻ, പണ്ട് പുരുഷന്മാർ മാത്രം, സഹോദരിമാർ മാത്രമല്ല, കുട്ടികൾ വരെ ഏത് പ്രായക്കാർക്ക് ലഭിച്ച ദൈവിക കൃപയ്ക്കൊത്തവണ്ണം അവർ വചനം പ്രസംഗിക്കുന്നു, പാടുന്നു, ആലോചന അറിയിക്കുന്നത് വിവിധ ഭാഷകളിൽ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പറയുന്നു, ആ കാലത്ത് വചനം ദുർലഭമായിരുന്നു. വചനം പ്രസംഗിക്കാൻ ആളില്ല. പ്രസംഗിക്കേണ്ട 2 പേരുണ്ട്. അവർ കൊടിയ പാപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഏലി പുരോഹിതന്റെ മക്കൾ. പ്രസംഗിക്കേണ്ട ഏലിക്കാണ് കണ്ണും കാണാൻ മേല. ഹൊഫ്നി എന്നും ഫിനഹാസ് എന്നും പേരായ ആ ചെറുപ്പക്കാർ ദൈവവചനത്തെ ആ ശേഷം ബഹുമാനിക്കാതെ താൻ തോന്നികളായി ജഡീകന്മാരായി ജീവിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് വചനമില്ല. ഇന്ന് എല്ലാവരും വചനത്തിന്, നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, വാളെടുത്തെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ഇന്ന്
നേരത്തെയൊക്കെ ഫുൾ കൈ വേണമായിരുന്നു, മീശയില്ലാത്തവരായിരുന്നു. ഫുൾ സ്ലീവ് ഷർട്ടും മീശയില്ലാത്തവരായിരുന്നു പ്ലാസിംഗ് നിർമ്മിക്കുവാറും. എന്നാൽ ഇന്ന് ഫുൾ സ്ലീവ് ഷർട്ടൊന്നും വേണ്ട, അരക്കൈയും മുറിക്കൈയും ഷർട്ടും രാഷ്ട്രീയക്കാരുടെ പോലത്തെ വേഷവിധാനങ്ങളും കട്ട മീശയും എല്ലാ പരുവത്തിലും ആരാന്നറിയാൻ പോലും മേലാത്ത രീതിയിൽ പ്രസംഗികരെ കാണാം. ജോലിക്കിടെ പ്രസംഗിക്കുന്നവർ, ജോലിയോടുകൂടി പ്രസംഗിക്കുന്നവർ, ജോലി നിറങ്ങിയാൽ ഉടനെ പ്രസംഗിക്കുന്നവർ എന്ന് വേണ്ട പല. ഇത് ഇന്ന് വളരെ ഏറെ വചനം ലഭിക്കുമ്പോൾ അന്ന് വചനം ദുർലഭമായിരുന്നു. അത് തന്നെയല്ല, വചനം ദുർലഭമായിരുന്നു. ദർശനവും ഇല്ല, ദർശനം കാണുന്നില്ല, പ്രവാചകന്മാരില്ല. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. സ്തോത്രം. അന്ന് വരെ ദൈവത്തെ അറിയാതെ ശമൂവേൽ ബാലൻ ശുശ്രൂഷിക്കുക. ദൈവത്തെ അറിഞ്ഞിരുന്ന അവിടെ ഇരിക്കുന്നു. ശമൂവേൽ ബാലൻ ശുശ്രൂഷിക്കുന്നു, ദൈവത്തെ അറിയത്തില്ല. എന്നാൽ താൻ ശുശ്രൂഷിക്കുന്ന, തന്റെ ശുശ്രൂഷ ഏറ്റുവാങ്ങുന്ന ദൈവം ഒരു രാത്രിയിൽ ശമൂവേൽ ബാലന്റെ അടുക്കലേക്ക് എത്തുന്നു. ശമൂവേൽ ബാലനെ വിളിച്ചു, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചപ്പോൾ ആ ശബ്ദം, ദൈവശബ്ദം തിരിച്ചറിയാതെ ശമൂവേൽ ബാലൻ ഏലി പുരോഹിതന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുവാനിടയായിത്തു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളി കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന്, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, മകനെ പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. അവിടെ കാണുന്നത് അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവൻ അന്നുവരെ വെളിപ്പെട്ടതുമില്ല. അതാണ്, ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടില്ല. ദൈവത്തെ അറിയത്തില്ലെങ്കിലും ശുശ്രൂഷ ദൈവത്തിനാണ്. ഇതുപോലെ ഒത്തിരിയേറെ ആളുകളുണ്ട്. ഈ വീശുന്ന ധൂപക്കുറ്റി ദൈവത്തിനാന്ന് കരുതിയാ വീശുന്നത്. പെന്തിക്കോസ് നാളിൽ വെള്ളം കപ്ലറിനകത്ത് കുടയുന്നത് പെന്തക്കോസ് അനുഭവമാണെന്ന് പറഞ്ഞാട്ടാ ചെയ്യുന്നത്. ഉയർപ്പിൻ ഞായറാഴ്ച ചുവന്ന തുണി കൊണ്ട് മൂടിയ ഒരു കുരിശ് ഉയർത്തിപ്പിടിച്ച് മരണത്തിന്റെ അധികാരിയെ, ശത്രുവിനെ ജയിച്ച് പുറകോട്ടടിച്ച് യേശു ഉത്ഥാനം ചെയ്തു എന്ന് പറഞ്ഞൊരു കുരിശ് മുക്കി കാണിക്കുന്നവർ അറിയുന്നില്ല യേശു ആരാണെന്ന്. ചെയ്തു കൂട്ടുന്ന കർമാചാരങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട്, എല്ലാ പള്ളികളിലും ഉണ്ട്. എല്ലാ മതസ്ഥരുടെ ചെയ്തു കൂട്ടുന്ന ഒത്തിരിയേറെ കർമാചാരങ്ങളുണ്ട്. അതിനുവേണ്ടി മുണ്ടനം ചെയ്യുക, നഗ്നപാതരായി നടക്കുക, തപസ്, എന്തെല്ലാം പരിപാടികളാ. ഇതെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. പക്ഷെ ഇതൊന്നും അറിയുന്നില്ല. ഇവിടെ നോക്കൂ, ഒരു പയ്യൻ, അവൻ ദൈവത്തിന് ശുശ്രൂഷ, ദൈവത്തെ അറിയത്തില്ല. ദൈവത്തിന്റെ വചനം തന്റെ കയ്യിലില്ല. എങ്കിലും ശുശ്രൂഷ കേമമായി നടക്കുന്നുണ്ട്. ആ ദൈവം, നാം നേരത്തെ കണ്ടതായ ഭൂമി, അതിന്റെ സകലം സൃഷ്ടിച്ച ദൈവം, സകലത്തിന്റെ ഉടമസ്ഥനായ ദൈവം ഒരു രാത്രിയിൽ ഒരു സമയത്ത് ഈ ശമൂവേലിനെ വിളിക്കുകയാണ്, ശമൂവേലേ ശമൂവേലേ. ദൈവത്തെ അറിയാത്ത ശമൂവേൽ അറിയുന്ന ഏലിയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. ശമൂവേലിന് അറിയാവുന്നത് ഏലിയാണ്. പാപം ചെയ്യുന്ന ശമൂവേലിന്റെ, ഏലിയുടെ മക്കളെ അദ്ദേഹത്തിന് അറിയത്തില്ല. ഇവരറിയാം, ഉണ്ടെന്നറിയാമെങ്കിലും വിളിക്കുന്നത് ഏലിയാണെന്നുള്ള ചിന്തയിൽ, ബോധത്തിൽ ശമൂവേൽ ബാലൻ ഓടിച്ചെന്ന് ചോദിച്ചു, അടിയൻ ഞാനിവിടെ ഉണ്ടല്ലോ, എന്തിനാ വിളിച്ചേ? ഏലിക്ക് പറയാനുള്ളത്, നല്ല ഉറക്കത്തിൽ കിടന്ന് ആളെ തല്ലി വിളിച്ചുണർത്തിയപ്പോ, ഞാൻ വിളിച്ചില്ല മോനെ, നീ പോയി കിടന്നുറങ്ങിക്കൂ, ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞു. നാം പിന്നെയും കാണുന്നത് രണ്ടാമത് പ്രാവശ്യവും ദൈവം വിളിക്കുന്നു. അപ്പോഴും ഏലിയാണ് വിളിച്ചെന്നുള്ള ധാരണയിൽ ശമൂവേൽ ബാലൻ ഓടിച്ചിരുന്നത്, വെച്ചു പിടിക്കുന്നത് ഏലി പുരോഹിതന്റെ അടുക്കലേക്കാണ്. പ്രിയമുള്ളവരെ, ഇന്നും ഇത് തന്നെയാണ് മനുഷ്യരുടെ ഒരു ചിന്താഗതി. ദൈവത്തെക്കുറിച്ചൊരു ബോധം, ഒരു താല്പര്യം വന്നാൽ ഹൈന്ദവരെല്ലാം അമ്പലങ്ങളിൽ പോകും, മുസ്ലിങ്ങൾ മോസ്കിലേക്ക് പോകും, ക്രൈസ്തവർ എന്ന് പറയുന്നത് പള്ളികളിലേക്ക്, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകും, പറ്റുമെങ്കിൽ മലകളിലേക്ക് പോകും, പുണ്യവാന്മാരെ അടക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകും. ദൈവം എന്നൊരു ചിന്തയുണ്ടായാൽ ഈ പറയപ്പെട്ട 3 മതസ്ഥർ, അതുപോലെ ഇന്ന് ലോകത്തുള്ള മതത്തിന്റെ അനുയായികളായവർക്ക്
ദൈവികമായ ഒരു താല്പര്യം വന്നാൽ അവർ അവിടേക്കാണ് ഓടുന്നത്. അത് തന്നെയാണ് ശൗമേൽ ബാലൻ ചെയ്തത്. തനിക്കറിയാവുന്നത് ഏലി പുരോഹിതനെയാണ്. അതുകൊണ്ട് ശൗമേൽ ബാലൻ ഏലി പുരോഹിതന്റെ അടുക്കലേക്കാണ് ഓടിച്ചെന്നത്. 1-ാം പ്രാവശ്യം, 2-ാം പ്രാവശ്യം, 3-ാമത്തെ പ്രാവശ്യം. സ്തോത്രം. എന്നാൽ 3-ാമത്തെ പ്രാവശ്യമായപ്പോൾ മുൻകാലത്ത് ദൈവശബ്ദം കേട്ട ഏലി പുരോഹിതന് ഇപ്പോഴൊരു ഓർമ്മ വന്നു. ഈ 3 പ്രാവശ്യവും ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞ് വന്നുവെങ്കിൽ ഈ പ്രായാധിക്യത്തിലായി എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തി എന്നെ പരിഹസിക്കുവാൻ, എന്നെ കളിയാക്കാനല്ലേ കുഞ്ഞു വന്നത്. നിഷ്കളങ്ക ബാല്യമാണ്. ഇവനെ ആരോ വിളിച്ചല്ലോ. ഏതായാലും അറിയാം, ഈ നല്ല ഉറക്കത്തിൽ എന്റെ മക്കൾ ഹൊഫ്നിയും ഫിനെഹാസും വിളിക്കത്തില്ല. മറ്റാരും വിളിച്ചിട്ടില്ല. അവൻ പെട്ടകത്തോട് ചേർന്നാ കിടക്കുന്നത്. ഭൂമിയും സകലവും സൃഷ്ടിച്ച മഹാദൈവം, അവനറിയാതെ ശുശ്രൂഷിക്കുന്ന ദൈവം അവനെ അറിഞ്ഞ് വിളിക്കുകയാണെന്ന് ഏലി പുരോഹിതന് മനസ്സിലായപ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നത്, ഏലിക്ക് മനസ്സിലായി. ഏലി അറിഞ്ഞു ഈ കുഞ്ഞിനെ, ഈ ബാലകനെ വിളിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് മറുപടി ഏലി ശമൂവേലിനോട്, ഇനി നിന്നെ വിളിച്ചാൽ ഒരാലോചന പറഞ്ഞു കൊടുത്താ വിട്ടത്. ഇനിയും വിളിച്ചാൽ ആ വിളിക്ക് ഇങ്ങനെ വേണം, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. പ്രിയമുള്ളവരെ, അന്നാണ് ദൈവവചനം, ദൈവത്തെ അറിയുവാൻ ശമൂവേലിന് ഇടയായിത്തീർന്നു. ഇന്ന് ആരെങ്കിലും ദൈവശബ്ദം കേൾക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ സമുദായസ്ഥരും അവരോട് ഉൾപ്പെടുന്നു നിൽക്കുന്നതായ മതവിഭാഗക്കാരും പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, ഒരു പരസ്യവുമായിട്ടൊരു സ്ഥലത്തേക്ക് ചെല്ലൂ. പ്രത്യേകിച്ച് കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങൾ, കണ്ണൂർ, പാലക്കാട്, കണ്ണൂര്, കാസർഗോഡ്, മലപ്പുറം, ഈ ജില്ലകളിൽ സുവിശേഷമായി ചെല്ലൂ, പരസ്യവും നടത്തിക്കേ. അവിടെയുള്ള അപ്പോഴത്തെ മതാനികൾ പറയും, ഇതിന്റെ ആവശ്യമില്ല, പൊക്കോളാൻ പറയും. കത്തോലിക്കർ തിങ്ങിപ്പാർക്കുന്നത് തന്നെ അവരും പറയും, ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, നിങ്ങൾ പൊക്കോളാൻ പറയും. തന്നെ എല്ലാവരും പറയും, നിങ്ങൾ അമ്മയില്ലാത്തവരാണ്, മറിയെ ബഹുമാനിക്കാത്തവരാണ്, മറിയോട് പ്രാർത്ഥിക്കാത്തവരാണ്, ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല, പൊക്കോളാനാ പറയുന്നത്. അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ചില പുരോഹിതന്മാരുണ്ട്, ഏലിയെ പോലെയുള്ളവർ. ദൈവശബ്ദം കേട്ട അന്നത്തെ ഏലി പുരോഹിതൻ ദൈവശബ്ദം കേട്ടപ്പോൾ, മോനെ നീ ഇവിടെ ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് കേൾക്കാന്നല്ല പറഞ്ഞത്, നീ പൊയ്ക്കൊള്ളുക, നിന്നോട് പറയാൻ സന്ദേശമുണ്ട്, നീ അത് കേൾക്കണമെങ്കിൽ നീ വില്ലിങ് ആകണം, നീ തയ്യാറാകണം, നീ അതിന് ഒരുങ്ങണം, പരുവപ്പെടണം, നീ അതിന് വിധേയപ്പെടണം. നീ അതിനായി സമർപ്പിക്കുമ്പോൾ നിന്നോട് ദൈവം സംസാരിക്കും. പ്രിയമുള്ളവരെ, ഇന്നുള്ള പുരോഹിതന്മാർ പറയുമോ, എന്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് എന്റെ അന്തരാത്മാവിൽ ഇന്ന് ചെയ്യുന്നൊന്നും ശരിയല്ല, പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോകണമെന്ന് എനിക്ക് ഉൾവിളി ഉണ്ടായപ്പോൾ ഞാനന്ന് സ്നേഹിക്കുന്ന, ആ വളരെയേറെ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു പുരോഹിതനുമായി ഇത് പങ്കുവച്ചു. അദ്ദേഹം എന്നെ ശാസിച്ചു. അദ്ദേഹം പറഞ്ഞു, ലുക്ക് സഖറിയ, അങ്ങനെ ചെയ്യരുത്, നീ പെന്തക്കോസ്തിൽ പോകരുത്, പെന്തക്കോസ്തിൽ പോകുന്നത് ആത്മഹത്യ ചെയ്യുന്നത് തുല്യമാണ്, അദ്ദേഹം പറഞ്ഞു. എന്റെ പിതാവാണ് യാക്കോബക്കാരന്റെ അമ്മ CSC കാരിയായോണ്ടും CSC കാര് മരിച്ചവരോട് പ്രാർത്ഥിക്കാറില്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. അങ്ങനൊരു വ്യത്യാസമുള്ളതുകൊണ്ടും ആ ഒരു അമ്മയുടെ പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ടും ചെറിയ പ്രായത്തിലെ ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ പോകുമെന്നൊരു ചിന്തയുള്ളതുകൊണ്ട് ഈ വന്യ പുരോഹിതനോട് പറഞ്ഞു, പെന്തക്കോസ് പറഞ്ഞാൽ ശരിയല്ല, അതിനകത്ത് പോകുന്ന ആത്മഹത്യ ചെയ്ത തുല്യമാണെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനകത്ത് പോയത് അതിന് താതാത്മ്യപ്പെടുകയാണെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പെന്തക്കോസ് അനുഭവത്തിലേക്ക്, ആരാധനയിലേക്ക് പോകാതിരുന്ന ഒരു ചെറിയ കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എന്ന ദുഃഖത്തോടെ പറയട്ടെ, ഞാനത് ഞാൻ ചിന്തിച്ചതല്ല പറ്റുന്നതിലും ആ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യാനിടയായിത്തു. എന്നോട് പറഞ്ഞത് കൊണ്ടാണെന്നില്ല ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ കുർബാനയും കാര്യങ്ങളും പരാജയപ്പെട്ടപ്പോൾ, അവരുടെ കുടുംബജീവിതത്തിൽ വിള്ളലും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതിനിടയായിത്തു. വേദനയോടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ അന്ന് പെന്തക്കോസ്തിന് പോകാതിരിക്കുന്ന സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് പറയട്ടെ, ഇവിടെ ഇന്നത്തെ ഏലി പുരോഹിതന്മാർ പറഞ്ഞത് പെന്തക്കോസ്തിൽ പോകരുന്ന. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു ക്രിസ്പിൻ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ, മുൻ കത്തോലിക്ക വൈദികൻ,
കപ്പൂച്ചിയൻ ഫാദറായിരുന്ന, കപ്പൂച്ചിയൻ സഭാംഗമായിരുന്ന, പ്രവർത്തനാംഗമായിരുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ ഇന്ന് നമുക്ക് കിട്ടും. അദ്ദേഹം പറയുന്നതായിരുന്നു, അദ്ദേഹം ഒരു ധ്യാന ഗുരുവായിരുന്നു. പെന്തക്കോസ്തുകാരാണ്, വീട്ടിൽ കേട്ടരുത്, അവരുടെ പ്രസംഗം കേൾക്കരുത്. 5 മിനിറ്റ് അവരുമായിട്ട് പ്രസംഗം കേട്ടാൽ 6ാമത്തെ മിനിറ്റ് നീയും പെന്തക്കോസാകും, അതുകൊണ്ട് കേൾക്കരുത്. ഏലി പുരോഹിതൻ അങ്ങനെയല്ല പറഞ്ഞത്. നീ കേട്ട ഈ ശബ്ദം നീ പോയി കിടന്ന് ഉറയ്ക്കുമല്ല, ഇവിടെ കിടന്നോ മോനെ. ദൈവത്തിന് വിധേയപ്പെടാനുള്ള വഴി ഏലി പുരോഹിതൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഇന്നത്തെ പുരോഹിതന്മാർ, ഇന്നത്തെ പൂജാരിമാർ, ഇന്നത്തെ തത്വജ്ഞാനികൾ, മതത്തിന്റെ ഉന്നതി നിൽക്കുന്ന ആളുകൾ, അവർക്ക് പറയുവാൻ പറ്റുന്ന കാര്യം ആ വഴിക്ക് പോകരുതെന്ന മടങ്ങി വരാം. അറിയാതെ ശൗമേൽ ബാലൻ ദൈവത്തെ അറിയുന്നില്ലെങ്കിലും ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. ദൈവത്തിന്റെ വചനം അറിയുന്നില്ലെങ്കിലും ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. സ്തോത്രം. അവിടെ ഇതാ നാം ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കേട്ടത്. അറിയാത്തതിനെ സേവിക്കുന്നു. അത് തന്നെയാണ് ഗലാത്യ ലേഖനം നാം വായിച്ചത്. നിങ്ങൾ അറിയാത്തതിനെ, അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. അപ്പൊ ദൈവത്തിന് സ്വഭാവമുണ്ട്. ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? സ്തോത്രം. ദൈവം മാറ്റമില്ലാത്തവനാണ്. എനിക്കിന്ന് 64 വയസ്സ് ആയി. അടുത്ത മാസം 65 വയസ്സാകും. എന്റെ ചെറിയ പ്രായം മുതൽ എന്നിൽ വളരെയേറെ മാറ്റങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നവരുണ്ട്. ഇന്ന് വളരെയേറെ സ്പീഡിൽ ഓടാൻ എനിക്ക് കഴിയത്തില്ല, വളരെ ദൂരം നടക്കാൻ കഴിയുന്നില്ല. എന്റെ ഭക്ഷണക്രമത്തിൽ വ്യത്യാസമൊന്നും എനിക്കിത് തലമുടി ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. മുൻപായിരുന്നെങ്കിൽ എപ്പോഴും എന്റെ പോക്കറ്റിൽ ചീപ്പ് കാണുമായിരുന്നു. ഒന്നെങ്കിൽ റൗണ്ട് ചീപ്പ്, അല്ലെങ്കിൽ നീളമുള്ളത്. കാരണം ബസ്സിൽ നിന്നിറങ്ങിയാൽ, വണ്ടിയിൽ നിന്നിറങ്ങിയാൽ അപ്പോഴേ ചെയ്യണം, കാരണം മുടി പാറിപ്പറക്കും. അന്ന് എനിക്ക് കണ്ണാടി വേണ്ടായിരുന്നു, ഇന്ന് എനിക്ക് കണ്ണാടി വേണം. ഒത്തിരിയേറെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വ്യത്യാസം വന്നു. എന്നാൽ ദൈവത്തിന് അങ്ങനൊരു വ്യത്യാസം ഒരു കാലത്തും ഉണ്ടാകില്ല. എന്ന് ദൈവമായിരുന്നു അന്നും ഇന്നും ദൈവം മാറാത്തവൻ. സ്തോത്രം. ഇത് ദൈവം എങ്ങനെ ഉണ്ടായി, ദൈവം ആരാന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ മറുപടി പറയാം. എന്ന് മുതലാണോ ദൈവം? ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അപ്പൊ ആദിയിൽ ആ ദൈവം എന്ന് തുടങ്ങിയോ അന്നും മുതൽ ഇന്ന് ഈ 2024 ജൂൺ മാസം 19-ാം തീയതി വരെ ദൈവമാണ്. യാതൊരു വ്യത്യാസവുമില്ല. സ്വഭാവത്തിന് വ്യത്യാസമില്ല, ആകാരത്തിന് വ്യത്യാസമില്ല, നീളം കുറഞ്ഞില്ല, വണ്ണം കൂടിയില്ല. സ്തോത്രം. അവിടെ പറയുന്നു ദൈവത്തിന് സ്വഭാവമുണ്ട്, ദൈവത്തിന് കണ്ണുണ്ട്, ദൈവത്തിന് കാതുണ്ട്, ദൈവത്തിന് കരങ്ങളുണ്ട്. അത് 600,000 ഒന്നുമില്ല കേട്ടോ. നാം ചിത്രങ്ങൾ കാണുന്ന പോലെ നാക്കും നീട്ടി കണ്ണൂന്നിരിക്കുന്ന ഒരാളല്ല ദൈവം. നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം വിശുദ്ധ വേദപുസ്തകം നൽകി തരുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് സ്വഭാവമുണ്ട്. അപ്പൊ ആ സ്വഭാവം അല്ലാത്ത ദൈവങ്ങൾ, അതിനെക്കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അന്നത്തെ ആ ദൈവങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിഗ്രഹങ്ങൾ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആടുമാടുകളെ തിന്നുകളഞ്ഞു. സ്തോത്രം. അന്നത്തെ ദൈവം, ഞങ്ങളുടെ മുൻകാലങ്ങളിലെ ദൈവം ഞങ്ങളുടെ പിതാക്കന്മാരുടെ, യെശയ്യാവിന്റെ പുസ്തകത്തിലെ യിരെമ്യാവിലുമാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആടുമാടുകളെ തിന്നുകളഞ്ഞു, അവരുടെ പ്രയത്നഫലവും തിന്നുകളഞ്ഞു. എന്നിട്ടോ സ്തോത്രം, ഇതിനെയെല്ലാം ചുമന്നോടെ നടക്കേണ്ടി വന്നു. അവരുടെ മൃഗങ്ങൾക്കെല്ലാം ഒരു വലിയ ഭാരവും ആയി തീർന്നു. സ്തോത്രം. ആ ദൈവങ്ങൾ
മൃഗങ്ങൾക്ക് ഭാരമായി. കാരണം ഇതിനെല്ലാം ചുമ്മിക്കൊണ്ട് നടക്കില്ലേ. പ്രൈസ് ദി ലോർഡ്. 46-ാം അധ്യായം, യെശയ്യായുടെ പുസ്തകം 46-ാം അധ്യായം, അവിടെ കുറച്ച് ഭാഗങ്ങളുണ്ട്. 1-ാമത്തെ വാക്യം. ബേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു, അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു. നോക്കുക. എന്നിട്ട് എടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവും ആയി തീർന്നിരിക്കുന്നു. അവ ഇന്ന് സമയം ഇവിടെ അവസാനിക്കാനുള്ള ദൈവം വെച്ചാൽ ബാക്കി ഭാഗം നമുക്ക് അവിടെ തുടങ്ങാം. എങ്കിലും ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ ദൈവങ്ങൾ എന്ത് ചെയ്തു? വായിച്ചാൽ അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും, അവരുടെ വിഗ്രഹങ്ങളെ, മൂർത്തികളെ, വിഗ്രഹം എന്ന വാക്കിന് പറഞ്ഞ അവരുടെ മൂർത്തികൾ, അവരുടെ ദൈവങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു. നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവുമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സംസാരിക്കുന്ന ആരെയും പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ആരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുവാനല്ല, വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാനല്ല. പക്ഷേ ഒരു വാസ്തവമായ സത്യം നാം അറിയേണ്ടതുണ്ട്. ഈ കേൾക്കുന്നതെല്ലാം ജീവനുള്ള ദൈവത്വത്തിലേക്ക് നാം തിരിയുവാൻ തൊക്കെയുള്ള ദൈവിക ആലോചനയാണ്. അതിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ അവരെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ. ദൈവാനുസരിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ. കർമ്മേൽ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുത്ത കർത്താവിനെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഈപ്പൻ വർഗീസ് അവരുടെ അദ്ദേഹത്തുള്ള പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഇത് കേട്ടവർക്കായി, കണ്ടവർക്കായി, അതുപോലെ തന്നെ ഷെയർ ചെയ്യുന്നവർക്കായി സ്തോത്രം. ഇതിനകത്ത് എന്തെങ്കിലും സംശയമോ വിഷയമോ ഉണ്ടെങ്കിൽ ദയവായി ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് സംശയ നിവൃത്തി ഉണ്ടാകും. അതിനെല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഓർക്കാം പ്രാർത്ഥനയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു. സ്തോത്രം.